നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഹിന്ദി സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. आदिकाल का नामकरण. आदिकाल हिंदी साहित्य के इतिहास का प्रारंभिक चरण है, जिसका समय 10वीं शताब्दी से लेकर 14वीं शताब्दी तक माना जाता है. ഹിന്ദി സാഹിത്യത്തിൻ്റെ ആരംഭഘട്ടമാണ് ആദികാൽ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ സമയപരിധി 10ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെയാണെന്ന് പറയപ്പെടുന്നു. आदिकाल की काल सीमा एवं नामकरण के संबंध में भिन्न भिन्न मत मिलते हैं. इस मत भिन्नता का कारण उस समय के साहित्य में दिखाई देने वाली भिन्न भिन्न प्रवृत्तियों को माना जा सकता है. हिंदी साहित्य के इतिहास के इस कालावधि के लिए अधिकांश विद्वानों ने आचार्य रामचंद्र शुक्ल जी द्वारा निर्धारित समय सीमा और दिए गए नाम को ही स्वीकार किया है. ആദികാലിൻ്റെ സമയപരിധിയെയും അതുപോലെ തന്നെ നാമകരണത്തെക്കുറിച്ചുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണപ്പെടുന്നു. പണ്ഡിതന്മാർക്കിടയിൽ കാണപ്പെട്ട ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രധാന കാരണം അക്കാലത്തെ സാഹിത്യത്തിൽ ദൃശ്യമായ വ്യത്യസ്ത പ്രവണതകളാണെന്ന് നമുക്ക് കണക്കാക്കാം. ആചാര്യ രാമചന്ദ്ര ശുക്ലജി നൽകിയ കാലപരിധിയും അതുപോലെ പേരും ഹിന്ദി സാഹിത്യത്തിലെ മറ്റുള്ള എല്ലാ പണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ളതാണ്. आदिकाल को शुक्ल जी ने वीरगाथा काल कहते हुए उसकी समय सीमा सन 150 से सन 1375 तक बताया है. ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടമായ ആദികാലിന് ആചാര്യ രാമചന്ദ്ര ശുക്ലജി വീരഗാഥാകാൽ എന്ന പേര് നൽകുകയും അതിൻ്റെ കാലപരിധി 1050 മുതൽ 1375 വരെയാണെന്ന് പറയുകയും ചെയ്തു. शुक्ल जी ने अपने समय तक उपलब्ध आदिकालीन साहित्य की प्रमुख प्रवृत्ति शौर्य गायन तथा युद्ध वर्णन को आधार मानकर शुक्ल जी ने इस काल को वीरगाथा काल कहना उचित समझा है. ശുക്ലജിയുടെ കാലത്ത് ലഭ്യമായിരുന്ന ആദികാലീന സാഹിത്യത്തിലെ പ്രധാന പ്രവൃത്തികളായ അല്ലെങ്കിൽ പ്രധാന പ്രവണതകളായ യുദ്ധവിവരണത്തെയും അതുപോലെ തന്നെ വീരഗാനത്തെയും ഒക്കെ അടിസ്ഥാനമാക്കിയാണ് രാമചന്ദ്ര ശുക്ലജി ഈ ആദികാലിന് വീരഗാഥാകാൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ സമയത്ത് ലഭ്യമായിരുന്ന ഈ ആദികാലീന സാഹിത്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഏതൊക്കെയാണത്? വിജയപാൽ രാസോ, ഹമ്മിർ രാസോ, കീർത്തിലത, കീർത്തി പതാക, ഘുമാൻ രാസോ, ബീസൽദേവ് രാസോ, പൃഥ്വിരാജ് രാസോ, ജയചന്ദ്ര പ്രകാശ്, ജയമയങ്ക് ജസ് ചന്ദ്രിക, പരമാൽ രാസോ, ഖുസ്രു की പഹേലിയാം और വിദ്യാപതി പദാവലി. ഈ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി ആദികാലിന് വീരഗാഥാകാൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, डॉक्टर जॉर्ज ग्रसन ने हिंदी साहित्य के प्रारंभिक काल का नाम चारण काल रखा है. ഡോക്ടർ ജോർജ് ഗ്രസൻ ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് നൽകിയിരിക്കുന്ന പേര് ചാരൻകാൽ എന്നാണ്. ഡോക്ടർ ജോർജ് ഗ്രസൻ ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് നൽകിയ പേരെന്തായിരുന്നു? അത് ചാരൻകാൽ എന്നാണ്. അടുത്ത പോയിന്റ് നോക്കാം. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദി ने इस काल को आदिकाल की संज्ञा दी. ഹിന്ദി സാഹിത്യ ചരിത്രത്തിലെ പ്രാരംഭഘട്ടത്തിന് ആദികാൽ എന്ന പേര് നൽകിയത് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് ആദികാൽ എന്ന പേര് നൽകിയത് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. അടുത്ത പോയിന്റ്, ഡോക്ടർ നാഗേന്ദ്ര ने भी इस काल को आदिकाल कहना ही उचित माना है. ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് ആദികാൽ എന്ന പേര് നൽകിയത് ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയാന്ന് പറഞ്ഞു.
ഈ ആചാര്യ ഹസാരി പ്രസാദ് നൽകിയ ആദികാൽ എന്ന ഈ പേര് തന്നെയാണ് ഡോക്ടർ നാഗേന്ദ്രൻ നൽകിയിരിക്കുന്നത്. ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് ആദികാൽ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത് അല്ലേ. ഈ ആദികാൽ എന്ന ഈ പേര് തന്നെയാണ് ഡോക്ടർ നാഗേന്ദ്രൻ ഈ കാലഘട്ടത്തിന് ഉചിതമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് രമാശങ്കർ റസാലും ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് ആദികാൽ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് ആദികാൽ എന്ന പേര് ആദ്യമായി മുന്നോട്ട് വെച്ചത്. ഈ ആദികാൽ അതായത് ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് ആദികാൽ എന്ന പേര് നൽകിയതാരാണ്? ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ്. അദ്ദേഹം നൽകിയ ഈ പേരിനെ ഡോക്ടർ നാഗേന്ദ്രൻ, രമാശങ്കർ റസാലും ഇതിനെ അംഗീകരിച്ചു. ഇവർ രണ്ടുപേരും ഈ ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് ആദികാൽ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റുകൾ നോക്കാം. डॉक्टर राहुल संकृत्यायन ने 8वीं से 13वीं शताब्दी तक के काल को सिद्ध सामंत युग कहा है. ഡോക്ടർ രാഹുൽ സംസ്കൃത്യായൻ 8ാം നൂറ്റാണ്ട് മുതൽ 13ാം നൂറ്റാണ്ട് വരെയുള്ള ഈ കാലഘട്ടത്തിനെ സിദ്ധ സാമന്ത യുഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. मिश्र बिंदुओं ने सन 643 से 1387 तक के काल को प्रारंभिक काल कहा है. यह एक सामान्य नाम है और इसमें किसी प्रवृत्ति को आधार नहीं बनाया गया है. यह नाम भी विद्वानों को स्वीकार्य नहीं है. മിശ്ര ബിന്ദു സഹോദരങ്ങൾ 643 മുതൽ 1387 വരെയുള്ള കാലഘട്ടത്തിനെ പ്രാരംഭിക് കാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടം അല്ലേ, ആ പ്രാരംഭഘട്ടത്തിന് പ്രാരംഭിക കാൽ എന്ന് പറഞ്ഞത് മിശ്രബിന്ദു സഹോദരങ്ങളാണ്. ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് പ്രാരംഭകാൽ എന്ന പേര് നൽകിയത് ആ സമയത്തെ സാഹിത്യ പ്രവണതകളെ അടിസ്ഥാനമാക്കിയായിരുന്നില്ല. അവർ കോമൺ ആയിട്ടുള്ള ഒരു പേരാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള പണ്ഡിതന്മാർ ഈ പേരിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്തത് ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദി. आचार्य महावीर प्रसाद द्विवेदी ने हिंदी साहित्य के प्रथम काल का नाम बीज वपन काल रखा है. ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദി ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് ബീജ് വപൻ കാൽ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. उनका यह नाम योग्य नहीं है क्योंकि साहित्यिक प्रवृत्तियों की दृष्टि से यह काल आदिकाल नहीं है. यह काल तो पूर्ववर्ती परिनिष्ठित अपभ्रंश की साहित्यिक प्रवृत्तियों का विकास है. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ആചാര്യ മഹാവീർ പ്രസാദ് ദ്വിവേദി ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് നൽകിയ പേരെന്തായിരുന്നു? ബീജ് വപൻ കാൽ എന്നാണ്. ബീജ് വപൻ കാൽ എന്നാണ് അല്ലെ. പക്ഷേ ആചാര്യ മഹാവീർ പ്രസാദ് നൽകിയ ഈ പേരിനെ മറ്റുള്ള പണ്ഡിതന്മാർ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഈ കാലഘട്ടത്തിന് ഒരു തരത്തിലും യോജിക്കാത്ത ഒരു പേരായിരുന്നു മഹാവീര പ്രസാദ് ദ്വിവേദി നൽകിയത് അല്ലേ. അതുകൊണ്ട് തന്നെ മറ്റുള്ള പണ്ഡിതന്മാർ ഈ പേരിനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അടുത്ത പോയിന്റ് നോക്കാം. ഡോക്ടർ രാംകുമാർ വർമ്മനെ ജോർജ് ഗ്രേഴ്സൺ की तरह इस काल को चारण काल कहा. साथ ही उन्होंने इस काल को संधि काल भी कहा. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഡോക്ടർ രാംകുമാർ വർമ്മ ജോർജ് ഗ്രേഴ്സൺ നൽകിയതുപോലെ തന്നെ ഹിന്ദി സാഹിത്യ ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടത്തിന് ചാരൻകാൽ എന്ന പേര് നൽകി. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് പേരൂടെ നൽകി? സന്ധികാൽ എന്നുകൂടെ ഒരു പേരും കൂടെ നൽകിയിട്ടുണ്ട് അല്ലേ. അടുത്ത പോയിന്റ് നോക്കാം. ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്തനെ ഇസ് കാൽ കോ ശൂന്യകാൽ കഹ. ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത് ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദികാൽ അല്ലെ, അതായത് പ്രാരംഭകാലിന് ശൂന്യകാൽ എന്ന് വിളിച്ചു. ഹിന്ദി സാഹിത്യത്തിൻ്റെ പ്രാരംഭകാലിന് ശൂന്യകാൽ എന്ന പേര് നൽകിയത് ആരാണ്? ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്താണ്. ശ്രദ്ധിക്കുക, ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്താണ് ഹിന്ദി സാഹിത്യത്തിൻ്റെ ആദികാലിന് ശൂന്യകാൽ എന്ന പേര് നൽകിയിരിക്കുന്നത്. അടുത്ത പോയിന്റ്, ധീരേന്ദ്ര വർമ്മ ने इस काल को अपभ्रंश काल नाम दिया. ധീരേന്ദ്ര വർമ്മ
ഈ കാലഘട്ടത്തിന് അപ്പഭ്രംശ് എന്ന പേര് നൽകി. ഹിന്ദി സാഹിത്യ ചരിത്രത്തിലെ പ്രാരംഭഘട്ടമായ ആദ്യകാലിന് ധീരേന്ദ്രവർമ്മ അപ്പഭ്രംശ് എന്ന പേര് നൽകിയിരിക്കുന്നു. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ചന്ദ്രധർ ശർമ്മ ഗുലേരി ने इस काल को पुरानी हिंदी काल ना दिया. ചന്ദ്രധർ ശർമ്മ ഗുലേരി ഹിന്ദി സാഹിത്യത്തിന്റെ പ്രാരംഭഘട്ടമായ ആദ്യകാലിന് പുരാനി ഹിന്ദി കാൽ എന്ന പേര് നൽകിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. ചന്ദ്രധർ ശർമ്മ ഗുലേരിനെ ഇസ് കാൽ കോ പുരാനി ഹിന്ദി കാൽ നാം ദിയാ. പുരാനി ഹിന്ദി കാൽ എന്ന പേര് നൽകിയത് ചന്ദ്രധർ ശർമ്മ ഗുലേരിയാണ്. ഏത് കാലത്തിനാണ്? ആദ്യകാലിനാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. വിശ്വനാഥ് പ്രസാദ് മിശ്രനെ ഇസ് കാൽ കോ വീരകാൽ കെ നാം സെ സംബോധിത് കിയ. വിശ്വനാഥ് പ്രസാദ് മിശ്ര ഇദ്ദേഹം ആദ്യകാലിന് നൽകിയ പേരെന്തായിരുന്നു? വീരകാലാണ്. അല്ലെ, എന്താണ്? വീരകാൽ. വീരകാൽ എന്ന പേര് നൽകിയത് വിശ്വനാഥ് പ്രസാദ് മിശ്രാണ്. അടുത്ത പോയിന്റ് നോക്കാം. രമാശങ്കർ ശുക്ല रसाल ने इस काल को बाल्यावस्था काल की संज्ञा दी है. രമാശങ്കർ ശുക്ല ഈ കാലഘട്ടത്തിന് ബാല്യാവസ്ഥ കാൽ എന്ന പേര് നൽകിയിരിക്കുന്നു. അടുത്ത പോയിന്റ്. മോഹൻ അവസ്ഥി और सुमन राजे ने इस काल को आधार काल कहा. മോഹൻ അവസ്ഥയും സുമൻ രാജയും ഹിന്ദി സാഹിത്യ ചരിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിന് ആധാർ കാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദി സാഹിത്യ ചരിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിന് ഈ ആധാർ കാൽ എന്ന പേര് നൽകിയത് ആരൊക്കെയാണ്? മോഹൻ അവസ്ഥയും സുമൻ രാജയുമാണ്. അടുത്ത പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഡോക്ടർ ശ്യാം സുന്ദർ ദാസിനെ ഇസ് കാൽ കോ ആദി യുഗ് നാം ദിയാ. ഡോക്ടർ ശ്യാം സുന്ദർ ദാസ് ഹിന്ദി സാഹിത്യത്തിന്റെ പ്രാരംഭഘട്ടമായ ആദ്യകാലിന് ആദി യുഗ് എന്ന പേര് നൽകി. ഇത് മിക്ക എക്സാമിനും ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ശ്യാം സുന്ദർ ദാസ് ആദ്യകാലിന് നൽകിയ പേരാണ് ആദി യുഗ്. ആദി യുഗ് എന്ന പേര് ഹിന്ദി സാഹിത്യ ചരിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തിന് നൽകിയത് ആരാണ്? ഡോക്ടർ ശ്യാം സുന്ദർ ദാസ് ആണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഹിന്ദി സാഹിത്യ ചരിത്രത്തിന്റെ പ്രാരംഭഘട്ടത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. ഈ പണ്ഡിതന്മാർ ഹിന്ദി സാഹിത്യത്തിന്റെ പ്രാരംഭഘട്ടത്തിന് നൽകിയ നാമവും അതുപോലെ തന്നെ സമയപരിധി ഏതൊക്കെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അല്ലേ? ഈ പറഞ്ഞ വിവിധ നാമകരണങ്ങളിൽ ഏറ്റവും കൂടുതൽ അംഗീകൃതവും അതുപോലെ തർക്കരഹിതവുമായ പേരാണ് ആദികാൽ. ഈ കാലഘട്ടത്തെ വീരഗാഥ കാൽ എന്നും വിളിക്കുന്നുണ്ട്. പക്ഷേ വീരഗാഥ കാൽ എന്ന് ഈ കാലഘട്ടത്തെ വിളിക്കുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഭക്തിപരവും അതുപോലെ തന്നെ പ്രണയപരവുമായിട്ടുള്ള രചനകൾ ഒഴിവാക്കപ്പെടുകയും അതുപോലെ വിദ്യാപതിയെ പോലുള്ള ഭക്തി പ്രണയ കവികൾ ഈ യുഗത്തിന്റെ പരിധിക്ക് പുറത്താവുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അമീർ ഖുസ്രുവിനെ പോലുള്ള കവികളുടെ കൃതികളും ഒഴിവാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലത്തിന് ഏറ്റവും അനുയോജ്യമായ പേരായി ആദികാൽ എന്ന പേരിനെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഹിന്ദി സാഹിത്യത്തിന്റെ പ്രാരംഭഘട്ടമായ ആദികാലിനെ പ്രാരംഭകാൽ എന്ന് വിളിക്കാനുള്ള ചില ശ്രമങ്ങൾ നാം കണ്ടുവരുന്നുണ്ട്. പക്ഷേ ഹിന്ദി സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാർ ഏറെ അംഗീകരിച്ചും ഉപയോഗിച്ചും വരുന്ന പേര് ആദികാൽ എന്ന് തന്നെയാണ്. ആദികാലിന്റെ നാമകരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇത്രയും പോയിന്റ്സുകളാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് കരുതുന്നു. നമുക്ക് ഇതിന്റെ അടുത്തൊരു ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.